എല്ലാവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ടെൻഡർ ടച്ച് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ടെൻഡർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ എന്താണ്, മൃദുവായ. ടച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, തൊടൽ. അപ്പോൾ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞാൽ മൃദുവായ ഒരു തൊടൽ. അതാണ് ഈ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു പിക്ചർ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്തിൻ്റെ പിക്ചറാണ്? റണ്ണിങ് റേസിൻ്റെ പിക്ചറാണ്, അതായത് ഓട്ട മത്സരം. അപ്പം ഈ ഒരു ഓട്ട മത്സരത്തിനിടയിൽ ഒരു മത്സരാർത്ഥി വീണിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാൽമുട്ടുകളിലൊക്കെ ചോര വരുന്നുണ്ട് അല്ലേ, ബ്ലഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഓടുന്നതിനിടയിൽ വീണതാവാം. അപ്പോൾ ഈ ഒരു മുറിവ് പറ്റി കിടക്കുന്ന കുട്ടിയുടെ അടുത്തായിട്ട് നമുക്ക് മറ്റൊരു കുട്ടീനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റണ്ണിങ് റേസിലെ മത്സരാർത്ഥി തന്നെയാണ്. അവൻ എന്താ ചെയ്യുന്നത്? ഈ പരിക്ക് പറ്റിയ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവനെ വന്ന് പിടിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കുട്ടിയാണ്. അവന് എന്താണ്, ഈ റണ്ണിങ് റേസിൽ ഫസ്റ്റ് അടിക്കണം എന്ന് വിചാരിച്ച് ഓടിപ്പോവുകയാണോ ചെയ്തിട്ടുള്ളത്? മത്സരം കണ്ടിന്യൂ ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല, അവന് ഒരു മുറിവ് പറ്റി വീണ് കിടക്കുന്ന കുട്ടീനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. പിന്നെ ഈ പിക്ചറിൽ നമുക്ക് വേറെ 2 കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവർ ആ ഒരു റണ്ണിങ് റേസ് കണ്ടിന്യൂ ചെയ്യണം. അവർ ഓടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരുപക്ഷെ ആ 2 കുട്ടികൾ നമ്മളുടെ ഇഞ്ചുറി പറ്റി കിടക്കുന്ന കുട്ടീനെ കണ്ടിട്ടുണ്ടാവില്ല, അവൻ വീണതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവരുടെ മത്സരത്തിൽ അവർക്ക് വിജയിക്കണം എന്നുള്ള രീതിയിൽ അവർ ഓടി ആ ഒരു റണ്ണിങ് റേസ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ആ ഒരു സഹായിക്കുന്ന കുട്ടിയുടെ പിക്ചറാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അതാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിൻ്റെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻഡർ ടച്ച്, ഒരു മൃദുവായ തൊടൽ അല്ലേ. ഒരു സഹായം വേണ്ട ആൾക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അതാണ് നമുക്ക് ഈ പിക്ചറിൽ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇവിടെ താഴെ മദർ തെരേസയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ധരണി. അപ്പം മദർ തെരേസയുടെ വാക്കുകളാണ്. പ്രധാനമായിട്ടും കോട്ടുകൾ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ കൊട്ടേഷൻ മാർക്സ് കാണാം. ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുൻപായിട്ടും അതിൻ്റെ എൻഡിലും എന്താണ്, കൊട്ടേഷൻ മാർക്സ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ഉദ്ധരണി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു കോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊരു നോട്ട്സ് എഴുതുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുമ്പോഴായിക്കോട്ടെ, ആരുടെയെങ്കിലും കോട്ട്സ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ കൊട്ടേഷൻ മാർക്സിനുള്ളിൽ വേണം ആ ഒരു ഉദ്ധരണി അല്ലെങ്കിൽ കോട്ട് എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ മദർ തെരേസയുടെ വാക്കുകൾ നമുക്ക് നോക്കാം. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്. എന്താ പറയുന്നത്? നിങ്ങളുടെ കൈകൾ, ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ അല്ലേ. സെർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവനം ചെയ്യുക അല്ലെങ്കിൽ സേവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെയുള്ളതാണ് അർത്ഥം. അപ്പം നിങ്ങളുടെ കൈകൾ മറ്റുള്ളവരെ സേവിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായി നൽകൂ. അതേപോലെ ആൻഡ് യുവർ ഹാർട്ട്സ് ടു ലവ്, നിങ്ങളുടെ ഹൃദയം സ്നേഹിക്കാനായും നൽകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വാട്ടിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുടെ കൈകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ആവശ്യമായി വരുന്ന സമയത്ത് സഹായിക്കുകയും അതേപോലെ നമ്മളുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ നമുക്ക് 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു ഗേൾ ഉണ്ട് അല്ലേ. ആ ഗേൾ എന്താണ് ചെയ്യുന്നത്? ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്, ബേർഡ്സിന് ആഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് നല്ലൊരു ആക്ടിവിറ്റി അല്ലേ, ഒരു ഗുഡ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇനി 2ാമത്തെ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? 3 ബോയ്സ് ഉണ്ട് അല്ലേ. അവരെന്താ ചെയ്യുന്നത്? മഡുണ്ട്, ചെളിയുണ്ട് അല്ലേ അവിടെ. ആ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിക്കുകയാണ് മറ്റൊരു കുട്ടി ചെയ്യുന്നത്. അതൊരു നല്ല ആക്ടിവിറ്റി ആണോ? ഒരിക്കലും അല്ല, ഒരു ബാഡ് ആക്ടിവിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കമ്പയർ ദ അബവ് പിക്ചേഴ്സ്. മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? താരതമ്യം ചെയ്യുക. ഈ ചിത്രങ്ങൾ തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും ഒക്കെ മനസ്സിലാക്കി അത് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു ഗുഡ് ആക്ടിവിറ്റിയാണ് അല്ലേ. എന്താണ്? ബേർഡ്സിനെ ഫീഡ് ചെയ്യാണ് ആ ഒരു പെൺകുട്ടി ചെയ്യുന്നത്. ഒരു അക്ഷരാർത്ഥത്തിൽ എന്താണ് ആ കുട്ടി ചെയ്യുന്നത്? ആ ഒരു ബേർഡ്സിനെ ഹെൽപ്പ് ചെയ്യാണ് അല്ലേ, അവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പം അവർക്ക് കഴിക്കാനുള്ള ആഹാരമല്ലേ കൊടുക്കുന്നത്. അപ്പം ഒരു ഹെൽപ്പാണ് നമ്മളിവിടെ കാണുന്നത്. 2ാമത്തെ പിക്ചറിലോ ഒരു ബാഡ് ആക്ടിവിറ്റിയാണ് അല്ലേ കാണുന്നത്.
ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ട് പിക്ചേഴ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഗുഡ് ആക്ടിവിറ്റിയും ഒന്ന് ബാഡ് ആക്ടിവിറ്റിയുമാണ്. ഇനി എന്താണ് വാട്ട് ആർ യുവർ കമൻറ്റ്സ്, നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് In the first picture, we can see a girl feeding the birds or by giving them food, she helps the birds. എന്താണ് ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു ഗേള് ബേർഡ്സിന് ഫുഡ് കൊടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതൊരു ഗുഡ് ആക്ടിവിറ്റി ആണ്. രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു ഗുഡ് ആക്ടിവിറ്റി ആണോ? അല്ല അല്ലേ. ബട്ട് ഇൻ ദ സെക്കൻഡ് പിക്ചർ we can see a bad activity. 3 boys are playing with mud and making their clothes dirty. എന്താണ് അവർ ചെയ്യുന്നത്? രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ കാണുന്നത് ഒരു ബാഡ് ആക്ടിവിറ്റി ആണ്. 3 ആൺകുട്ടികളുണ്ട് അല്ലേ, അവർ ചെളിയിൽ കളിക്കുകയാണ്, എന്നിട്ട് അവരുടെ ക്ലോത്ത്സ് ഒക്കെ ഡേർട്ടി ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ രണ്ട് പിക്ചേഴ്സിനെയും കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.